അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഡയറക്ടർ തരുൺ മൂർത്തി, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഫിലിം. കാരണം ഇത് പറയാതെ ഈ വീഡിയോ തുടങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര അടുത്ത് ഞാൻ ആ സിനിമയുടെ ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. തുടരും തുടരും മോഹൻലാൽ തുടരും, അതാണ് പടം. ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ രാത്രി 9 മണിക്കുള്ള ഷോയാ കാണാൻ പോയത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് നല്ല ടയേർഡായിരുന്നു. ഞാൻ വിചാരിച്ച് ഉറങ്ങിപ്പോകും എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. 12 മണിയായപ്പോഴാണ് ഷോ കഴിഞ്ഞത്. ഒരു പോള ഞാൻ ഇമ്മ വെട്ടാതെയാണ് സിനിമ ഫുള്ള് കണ്ടത്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സിനിമയുടെ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന്. അടിപൊളിയായിരുന്നു. ഇത് എനിക്ക് 1 by 1 ആയിട്ട് ഓരോരുത്തരുടെ കാര്യവും പറയണം. ഡയറക്ടർ തരുൺ മൂർത്തി. പടം വേറൊരു ലീഗാണ്. അതേ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കം തന്നെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. നമ്മളെ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുത്തി, ഇവിടെ ഇനിയുണ്ട് പരിപാടിയുണ്ട് എന്നുള്ള രീതിയിൽ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് സിനിമ തുടങ്ങുന്നത്. അത് നമ്മള് തുടക്കത്തിൽ തന്നെ നമുക്ക് എന്തോ ഉണ്ട്, സംഭവം എന്തോ ഉണ്ട് ആ ഒരു ഫീല് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പോയിന്റ് പോലും നമുക്ക് ബോറടിക്കത്തില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. അതേ കണക്ക് നമ്മുടെ സീറ്റിൽ പിടിച്ചിരുത്തി സിനിമ കാണും. മേക്കിംഗ് അടിപൊളി. പിന്നെ നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ എല്ലാമായ ലാലേട്ടൻ തുടരും. അത് തന്നെയാണ് സിനിമ. നമ്മൾ പറയത്തില്ലേ, ഞാൻ എൻ്റെ പഴയ ലാലേട്ടനെ കണ്ടു, അതേപോലെ പുള്ളിക്കാരൻ എന്ത് രസമാണ്, എന്ത് അടിപൊളിയായിട്ടാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് പറഞ്ഞ ലാലേട്ടന്റെ മുഖത്ത് പഴയ പോലെ എക്സ്പ്രഷൻസും ആ ഒരു അഭിനയത്തിന്റെ ഒരു തീവ്രതയൊന്നും ഇപ്പം മുഖത്തൊന്നും കാണാൻ പറ്റത്തില്ലെന്ന്? അങ്ങനെയൊന്നും അല്ല കേട്ടാ. അയ്യോ, ഞാൻ ഒരു സംഭവം പറയാം. അതായത് ലാലേട്ടന്റെ ഒരു നോട്ടം ഉണ്ട്. അതിൽ ഒരു നോട്ടം മാത്രം, ഒരു മിനിറ്റ് സംതിങ് ഒരു നോട്ടം മാത്രം ഉണ്ട്. അത് എനിക്കൊന്ന് ഒരു മിനിറ്റ് കൂടുതലോ കണ്ടുണ്ട്. 1 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. പക്ഷേ അതത്രയും നേരം ലാലേട്ടന്റെ കണ്ണ് മാത്രം. അതുപോലെ തന്നെ ശോഭന മാം ഒരു സീനില്, അതായത് ഒരാളെ നോക്കുന്ന, ഞാൻ എന്താണെന്നും സീൻ പറയുന്നില്ല, ഒരാളെ നോക്കുന്ന ഒരു സീനുണ്ട്. അയ്യോ, അത് ഒരു രക്ഷയില്ല. പ്യുവർ ജെം. അതാണ്. അതുപോലെയൊന്നും ആ ഒരു നോട്ടം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു പോയി. ഞാൻ പറഞ്ഞ ഓവർ എക്സാജുറേറ്റ് ആയിട്ട് പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പിന്നെ ഞാൻ സിനിമ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാനിങ്ങനെ സെൻറ്റർ ചെയ്തിരിക്കുന്നത് 2 സൈഡിൽ 2 ഫാമിലി ആയിരുന്നത്. നിങ്ങൾ സിനിമ കാണാൻ നേരത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ പോയിരിക്കുക, ഒറ്റയ്ക്കൊന്നും പോയിരിക്കരുത്. അതായത് ഞാനിങ്ങനെ കയ്യടിക്കും. ചില സീന കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തല ഇങ്ങനെ പുകയും. അമ്മാതിരി സീന കാണാൻ കയ്യടിക്കാൻ വരാൻ നേരത്ത് ഇപ്പുറം അപ്പുറം 2 ഫാമിലി ഇരിക്കുന്നു. ഇവരാണെങ്കിൽ മറ്റേ ബലം പിടിച്ച്, അതായത് ഇവർക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ചില സീന കാണാൻ നേരത്ത് കയ്യടിക്കാൻ ഇങ്ങനെ വന്നിട്ട് ഒരു പുള്ളിക്കാരൻ, എൻ്റെ അടുത്തിരുന്ന പുള്ളിക്കാരൻ കയ്യടിക്കാൻ ഇങ്ങനെ വന്നിട്ട് പയ്യെ ഇങ്ങനെ താഴെ ഇങ്ങനെ വെച്ച് അങ്ങനെയൊന്നും ഉള്ള ഓഡിയൻസിൻ്റെ കൂടെ പോയിരുന്ന് കാണല്. പിന്നെ നിങ്ങൾ ആരുടെ കൂടെ പോയിരുന്ന് കണ്ടാലും ഈ പടം ഇഷ്ടപ്പെടും. അത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഫാമിലി ഓഡിയൻസിന് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്താ പറയാ, കുറെ നാളായിട്ട് തിയേറ്ററിൽ നിന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന പണ്ടത്തെ മോഹൻലാലിന്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഞാൻ പോയപ്പോൾ തന്നെ ഒരുപാട് വയസ്സായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. വയസ്സായിട്ടുള്ള അമ്മൂമാരും അപ്പൂമാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോയ തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പടം. നമുക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും, അത്രയും പ്രായമായിട്ടുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംഭവമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എനിക്കിങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഒരു സീനിലൊക്കെ ലാലേട്ടനെ കാണിക്കുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമ്മൾ ആ ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഗൂസ് ബംസിന്റെ അയ്യരളിയാണ്. ചുമ്മാ പറയണല്ല, ഗൂസ് ബംസിന്റെ അയ്യരളിയാണ്. ആ ഒരു പ്രൈം ടൈമിലെ ലാലേട്ടനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഒരു നിമിഷം പോലും കണ്ണിമ വെട്ടാതെ ഇരുന്ന് കണ്ടത്. അത്രയ്ക്ക് എൻഗേജിങ് ആണ്. മ്യൂസിക് നമ്മുടെ ജേക്സ് ബിജോയ് ആണ്. അയ്യോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ മുത്താണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അയ്യോ, ഒരു ഫോക്ക് രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ആ സീനില് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എന്റെ പൊന്നേ, നമ്മൾ ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുപോകുന്നത്. എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോയി കണ്ടിരിക്കണം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത്തെ കാര്യം, നല്ലൊരു സിനിമ കണ്ടു. നല്ലൊരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ അങ്ങനെ കാണാൻ പറ്റിയതിൽ. ഇത് താടി ഉണ്ട് യാർക്കിടെ പ്രശ്നം. ചില സാധനം എനിക്ക് ഈ ഫാമിലി അപ്പുറം ഇരിക്കുന്നുണ്ട്. എനിക്ക് കൈയടിക്കാൻ പറ്റാത്ത, കൈയടിക്കാൻ അപ്പുറം ഇരിക്കുന്നവർക്ക് അങ്ങനെ ഒരു നോട്ടമുള്ളൂ.
അയ്യോ ഞാൻ ഒറ്റയ്ക്കാ പോയി കണ്ടത്. പക്ഷെ ഒരു രക്ഷയില്ല. താങ്ക് യു വൺസ് അഗൈൻ ഡയറക്ടർ തരുൺ മൂർത്തി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഫിലിം. അത്രയ്ക്ക് എൻജോയ് ചെയ്ത് ഞാൻ ഓവറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്. എനിക്ക് 100% ഷുവറാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഓരോ സെക്കൻഡും സ്പോയിലറാണ്. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കുറെ നാളായിട്ട് സിനിമയൊന്നും കാണാൻ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് ഈ സിനിമ പോയി കണ്ടിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു സിനിമ കാണാൻ പറ്റും. നല്ലൊരു ലാലേട്ടനെ കാണാൻ പറ്റും. കുറെ നാൾക്ക് ശേഷം ലാലേട്ടൻ ശോഭന കോംബോ കാണാൻ പറ്റും. ഞാൻ ബാക്കി ഒന്നും ഓവറായിട്ട് പറയുന്നില്ല. ഓവറായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 1/1 സ്പോയിലറാണ്. അപ്പൊ ഞാൻ ഓവറായിട്ട് ഒന്നും പറയുന്നില്ല. ശോഭന മാം, ലാലേട്ടൻ, തരുൺ മൂർത്തി, താങ്ക് യു. അടിപൊളി സിനിമ. മോഹൻലാൽ തുടരും.